നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ദിവസമായിട്ട് യൂണിവേഴ്സൽ മെസ്സേജ് ഇടാൻ പറ്റാത്തത് എൻ്റെ ജോലിയെ സംബന്ധിച്ച് കുറച്ച് പ്രോബ്ലംസുകളുമായിട്ട് ഇങ്ങനെ പോകേണ്ടി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും അതെല്ലാം ഒന്ന് സ്വസ്ഥമായി കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് യൂണിവേഴ്സൽ മെസ്സേജ് ഇടാൻ കേട്ടോ. നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പം അവർ ക്ഷമിക്കുക. തീർച്ചയായിട്ടും ആ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നോക്കിയായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും കറക്റ്റായിട്ട് റീഡിങ്സ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ്. അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് അത് റെസനേറ്റായി വരുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്കിത് പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. കാരണം നിങ്ങൾക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ യൂണിവേഴ്സ് എപ്പോഴാണോ തരാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, തരേണ്ട ആ ഒരു ടൈമിൽ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നതായിരിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ ഓവറോൾ എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് ഇമോഷൻസ് ആണ് കേട്ടോ. ഇമോഷണലി ഉള്ള ഒരു എനർജീനെയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ മറന്നുപോയ ഒരു എനർജി, ഒരു വ്യക്തിയെ, ഒരു പേഴ്സണെ നിങ്ങൾ ഇന്ന് ഓർത്തെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ കണ്ടുമുട്ടേണ്ടതായ ഒരു കാരണം വരുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരു കർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ചെയ്തു വെച്ച ഒരു കർമ്മ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ മറ്റാരോടെങ്കിലും ചെയ്ത ഒരു കാര്യം, അതല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോയ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നതാവാം. അതല്ലെങ്കിൽ ഒരു ഗുഡ് കർമ്മയാവാം, അല്ലെങ്കിൽ ഒരു ബാഡ് കർമ്മയാവാം. നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഇന്നത്തെ ദിവസം മുതൽ. അപ്പം അതെന്തായാലും നിങ്ങളതിനെ നേരിടുക. അതിനെ തരണം ചെയ്തേ പറ്റൂ. കാരണം ഇതിനകത്ത് ഇമോഷൻസ്, അതായത് ഒരു പാസ്റ്റ് ലൈഫ് എനർജി വളരെ ശക്തമായിട്ട് വന്ന് നിൽപ്പുണ്ട് മൊത്തത്തിൽ കാർഡ്സുകളിൽ. തീർച്ചയായിട്ടും ഇമോഷണലി ഒന്നെങ്കിൽ പോസിറ്റീവായൊരു കർമ്മ നിങ്ങളിൽ തുടങ്ങുന്നു, അതല്ലെങ്കിൽ നിങ്ങളിൽ നെഗറ്റീവായ ഒരു കർമ്മ റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ പാസ്റ്റിൽ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് പാസ്റ്റിൽ ചില കാര്യങ്ങളെ നിങ്ങൾ ഓർത്തെടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി പാസ്റ്റ് ലൈഫിലെ ഒരു ജസ്റ്റിസ്, ഒരു ബാഡ് കർമ്മ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരുന്നു ചില വ്യക്തികളെന്നാണ് കേട്ടോ. എല്ലാവർക്കും അല്ല കേട്ടോ. നിങ്ങൾ ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ ആരോടോ ചെയ്തു പോയ ഒരു സിറ്റുവേഷൻസ്, എവിടെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളാവാം. ഒരു കണക്ക് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ട ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എനർജിയാണ് കാണുന്നത്. ക്ലോസ് ചെയ്യുന്ന എനർജിയല്ല, ഒരു ഓപ്പണിംഗ് ടൈമായിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കുക. ശരിക്കും പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് അതിന് ഒരു ഗൈഡൻസ് നൽകുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സോള് നിങ്ങൾക്ക് അതിനൊരു ഗൈഡൻസ് നൽകും. തീർച്ചയായിട്ടും അത് ഒരു കുറച്ച് കാലത്തേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കുറേ ഘട്ടങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായ, അതായത് അങ്ങനെയുള്ള ഒരു രണ്ട് സിറ്റുവേഷൻസ്, പോസിറ്റീവ് നെഗറ്റീവുമായുള്ള രണ്ട് സിറ്റുവേഷൻസുകളെ തരണം ചെയ്ത് നിങ്ങൾ കുറച്ച് നാൾ പോകേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിനെ നേരിടാൻ, ഒരു ട്രാജഡി ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കാം. എന്ത് കാര്യമായാലും ആ രണ്ട് എനർജിയും നമ്മളിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഇന്നതാണ് എന്ന് ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇതിലേതാണെങ്കിലും ഒരു കർമ്മ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് നമുക്ക് വ്യക്തമായും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് പാസ്റ്റിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് കാണുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു വളരെയധികം
ആത്മസന്തോഷത്തോടു കൂടി, ഒരു പൂർണ്ണതയോടുകൂടി, ഒരു ഇമോഷണൽ ബാലൻസോടു കൂടി ഇന്ന് നിങ്ങളിൽ ചില ന്യൂ ബിഗിനിങ് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ശക്തമായ കുറേ റീയൂണിയനുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിൽ നിന്നും വിട്ടുപോയ സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. വളരെ ശക്തമായ രീതിയിലും പോസിറ്റീവായ രീതിയിലും അൺഎക്സ്പെക്റ്റഡ് ആയ രീതിയിലുമാണ് ചില സിറ്റുവേഷൻസുകൾ, ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ലീഗലി ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോരാട്ടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇമോഷണലി ഒരു സന്തോഷത്തിൻ്റെ ദിവസം, ഏതൊക്കെയോ ഒരു 3-4 പേർ ചേർന്നുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അതായത് ഇനിയിപ്പോൾ ഒരു ടീം വർക്ക് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സംരംഭമായിക്കോട്ടെ, എന്ത് കാര്യമാണേലും നിങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോട് തുടങ്ങി വെച്ച ചില കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ലീഗലിയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളോടൊത്തൊക്കെ നിങ്ങൾക്കൊരു സന്തോഷം, ഒരു സക്സസ് ആണ്. ഇന്നും പൂർണ്ണമായിട്ടും ഒരു സക്സസ് കൂടി നിങ്ങളെ തേടി കുറേ ആളുകളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ടീം വർക്ക് പോലെ ഒത്തുചേർന്ന് നിങ്ങൾക്ക് ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കരിയർ പാത്തിലൊക്കെ നിങ്ങൾക്കൊരു പുതിയൊരു ന്യൂ ബിഗിനിങ് നടത്താൻ പറ്റുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊരു സക്സസ് എനർജിയാണ് കേട്ടോ കാണുന്നത്. ഒരു ഫ്യൂച്ചറിലേക്ക് വരെയുള്ള ഒരു പൂർണ്ണതയോടുകൂടിയ സക്സസ് എനർജിയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ടോപ്പ് എനർജിയിൽ നിന്നാലും ചില ടൈമുകളിൽ നമ്മളെ യൂണിവേഴ്സ് ഒന്ന് പരീക്ഷിക്കും. നമ്മൾ എത്രത്തോളം പോസിറ്റീവിലാണ് പോകുന്നത്, നമ്മൾക്ക് എത്രത്തോളം സ്ട്രോങ്ങും സ്ട്രെങ്തുമായ എനർജി ഉണ്ടെന്നൊക്കെ പരീക്ഷിക്കും. അപ്പം നമ്മൾ അതിനെല്ലാം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. ഫോക്കസിങ് ചെയ്യുക എന്നാണ് കാണുന്നത്. മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ എന്ന എനർജിയിലേക്ക് വരാനാണ് നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ചില കാര്യങ്ങളെ നിങ്ങൾക്ക് കരിയർ പാത്തിലാണെങ്കിലും സൗഹൃദ ബന്ധങ്ങളാണെങ്കിലും ന്യൂ ബിഗിനിങ് ഒക്കെ നടക്കുന്നതും പുതിയ ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്നതും നിങ്ങൾക്ക് സക്സസ് വരുന്നതുമായ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുക എന്നാണ് കാണുന്നത്. അതായത് മദ്യം മറന്ന് ആഘോഷിക്കരുത് എന്നുകൂടി നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു വാണിംഗ് പോലെ നൽകുന്നുണ്ട്. കാരണം നിങ്ങൾ കുറച്ചൊന്ന് ഫോക്കസിങ് ചെയ്യണം. എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നത്, സക്സസ്സും വിജയവും സന്തോഷവും വരുന്നത്, ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസിങ് എനർജിയും കൂടി ഉണ്ടായിരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതല്ലാതെ കണ്ണടച്ച് അങ്ങ് മുന്നോട്ടേക്ക് പോകരുത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗൈഡൻസ്. ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ കുറേ വ്യക്തികളുടെ എനർജി എന്ന് പറഞ്ഞത് ഉറക്കം നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു. മറ്റാരുടെയൊക്കെയോ കൺട്രോളിങ് പവർ, കുറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തലുകൾ, അതല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, മറ്റുള്ളവർ നിങ്ങളെ വെച്ച് മുതലെടുക്കുന്ന ഒരു എനർജി, ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രതികരിക്കാനോ അതിനെതിരെ ശബ്ദമുയർത്താനോ ഒന്നും പറ്റാതെ ആ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവേണ്ടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ഓർത്തിട്ടായിരിക്കാം ഉറക്കം നഷ്ടപ്പെട്ട പോലെ ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ശരിക്കും ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയൊക്കെ നിങ്ങളെ പിടിപെടുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്റ്റക്നെസ് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെ സഹായിക്കേണ്ടവർ, നിങ്ങളെ ചേർത്ത് നിർത്തേണ്ടവരുമാണ് നിങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾക്കതൊന്ന് ഷെയർ ചെയ്യാനോ അതിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കാനോ മറ്റൊരാളിൽ നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസും നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പ്ലസ് നിങ്ങളെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ബലഹീനത, ആ ഒരു ദൗർബല്യം എന്ന ആ ഒരു എനർജീനെ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കത് വ്യക്തമായിട്ടും അറിയാം കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കവിടെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. കരിയർ പാത്തിലായിരിക്കാം, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളിലായിരിക്കാം, ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ ശരിക്കും ഒരു സ്റ്റക്നെസ്സും ഫ്യൂച്ചറിലേക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത വിധമുള്ള ഒരു എനർജിയൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സപ്പോർട്ട് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് നൽകും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് നൽകും, നിങ്ങളെ ചേർത്ത് പിടിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തും. ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു ശുക്രൻ്റെ എനർജി വരുന്നുണ്ട്.
വരുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ബാഹ്യമാകുന്ന ഒരു ഹാപ്പിനെസ്, സന്തോഷവും ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ബന്ധനം എന്ന അവസ്ഥ കൂടി നമുക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയോ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, സ്റ്റക്കാക്കപ്പെട്ടിട്ടുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ, ഹീലാക്കി കളയാൻ പറ്റാതെ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവാം, പാസ്റ്റിൽ നിങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റിലേഷൻഷിപ്പ് എനർജി ഇപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിനെ സ്റ്റക്കാക്കുന്നുണ്ടെങ്കിൽ, അതായത് ബ്ലെസ്സിങ്സ് എന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യം നിങ്ങൾ പോസിറ്റീവാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നത്, ഒരു വസന്തകാലമെന്ന് നിങ്ങൾ ചിന്തിച്ച ചില സിറ്റുവേഷൻസുകൾ, അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഈ ഒരു സിറ്റുവേഷൻസ് എന്നെ തേടി വന്നത്, അല്ലെങ്കിൽ എന്നിലേക്ക് വന്നതെന്ന് വിശ്വസിച്ച നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻസ് പൂർണ്ണമായും ബന്ധനമാക്കി കളഞ്ഞു. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനോ, നിങ്ങൾക്കൊരു കാര്യങ്ങളെ തിരിച്ചറിയാനോ, നിങ്ങളുടെ ബുദ്ധിയെ വരെ സ്റ്റക്കാക്കി കളഞ്ഞു. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ വരെ സ്റ്റക്കാക്കി കളഞ്ഞ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഒരു ബാലൻസിലേക്ക് വരുന്നുണ്ട്. ആ ഒരു തെറ്റായ സാഹചര്യത്തെ നിങ്ങളെ പോസിറ്റീവെന്ന് ചിന്തിച്ച് നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങളിലേക്ക് സ്വീകരിച്ച ഒരു കാര്യം നിങ്ങളെ ബന്ധനത്തിലാക്കിയെങ്കിൽ അവിടെ നിന്ന് നിങ്ങളൊരു മെച്യൂരിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പാഠം പഠിച്ചു, നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നു എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യാനും ഇമോഷണലി ഇനി നിങ്ങൾ മുന്നോട്ടേക്കൊരു ബൗണ്ടറി ഇട്ട് നിൽക്കാനും, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഇനി ഏത് വ്യക്തികളെ ആണെങ്കിലും, ഏത് സാഹചര്യങ്ങൾക്ക് മുന്നിലാണെങ്കിലും ഇനി ബൗണ്ടറി ഇടാനുമുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ വ്യക്തികളിലേക്ക് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും നിറഞ്ഞ ഒരു യഥാർത്ഥ പാർട്ട്ണറുടെ എനർജി, ഒരു മാര്യേജിന് തുല്യമാകുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് ഇന്ന് ബാലൻസ് ആക്കി വരുന്നുണ്ട്. അതൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റക്നെസ്സോ ഒരു സെപ്പറേഷൻ പീരീഡോ ഒക്കെ ആയിട്ട് നിന്ന വ്യക്തികൾക്ക് ഇന്നൊരു റീയൂണിയൻ കാണുന്നുണ്ട്. അതല്ല എങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ബന്ധം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഒരു കപ്പ് ഓഫ് ലവ് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഇമോഷൻസിനെ വിട്ട് കളഞ്ഞ വ്യക്തികളുടെ ഒരു എനർജിയാണ് നിങ്ങളെ തേടി വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു വളരെയധികം പക്വതയോട് കൂടിയും പോസിറ്റീവായ എനർജിയോട് കൂടിയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി, അതായത് ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ നിന്ന് ആ പേഴ്സൺ ഇമോഷൻസിനെ വിട്ടുകളഞ്ഞത് ഇനി ലൈഫിലേക്ക് ഒരു ഇമോഷണൽ ബാലൻസ്, ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ചില ലെസൺ പഠിച്ചൊരു വ്യക്തിയുടെ എനർജി ആവാം ഇന്ന് നിങ്ങളെ തേടി വരുന്നു, നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അത് പൂർണ്ണമായും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന തരത്തിലെ പൂർണ്ണതയോടുകൂടി ഒരു പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങളെ തേടി വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഹാപ്പി ലൈഫാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊരു മുൻജന്മ എനർജി ഉണ്ട് കേട്ടോ. ഒരു പാസ്റ്റ് ലൈഫ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതാണെന്ന് കൂടി മനസ്സിലാക്കുക. അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന, നിങ്ങളുമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഇമോഷൻസിനെ പങ്കുവെച്ച ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇപ്പം നിങ്ങളെ തേടി വരുന്നത്. എന്താണേലും ചെറിയ രീതിയിലൊരു വെല്ലുവിളികളെയൊക്കെ നിങ്ങൾ അതിജീവിക്കേണ്ടി വരുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്കതൊരു സന്തോഷവും ഹാപ്പിനെസ്സും ഒരു പുതുജീവൻ നൽകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ, ഈ ഒരു റിയൂണിയൻ എന്ന എനർജിയിൽ നിന്നും നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണർ എന്ന ആ ഒരു എനർജിയിലൂടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് വരുന്നു എന്നും, നിങ്ങൾക്കൊരു പുതുജീവിതം, ഹാപ്പിനെസ്, സന്തോഷം അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടാകുന്നു എന്നുകൂടി നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചില വ്യക്തികൾ ഇമോഷൻസിനെയൊക്കെ എൻഡാക്കി കളയുന്നുണ്ട്, ഹീലാക്കി കളയുന്നുണ്ട്. അതായത് ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവഗണനകളൊക്കെ നേരിടേണ്ടി വന്നു എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ലോസ് സംഭവിക്കുകയാണ് ചെയ്തത്. ഫിനാൻഷ്യലി ലോസ് സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ഓരോരോ പൊസിഷൻ, നിങ്ങൾ ഉയർച്ചകളിലേക്ക് എത്തേണ്ട വ്യക്തികൾക്ക് ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് നഷ്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ആ പരാജയം എന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ഒരു തിരിച്ചറിവിൻ്റെ എനർജിയിലേക്ക് ഇന്ന് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ തിരിച്ചു പോകുന്നു, നിങ്ങൾക്കിനി നിങ്ങളിൽ തന്നെ ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ, ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരായിരുന്നു, ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ.
തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ അനുഭവങ്ങളാവാം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനൊന്നും ഒരു വാല്യൂ ഇല്ലായിരുന്നു. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്താലും എത്രത്തോളം നിങ്ങളിലുള്ളത് നൽകിയാൽ പോലും നിങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു വാല്യൂ ലഭിച്ചില്ല എന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളൊരു സെൽഫ് ലവ് എന്ന എനർജിയിലേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സക്സസ്, ഒരു കരു പിടിക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സക്സസ് നേടുക എന്ന എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ് അനുഭവിക്കുന്ന എനർജിയിൽ നിന്നും പീസ് ഓഫ് മൈൻഡ് എന്ന എനർജിയിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. മനസ്സമാധാനം, അതായത് കുറേ ആളുകളിൽ ഇന്നൊരു ഫിനാൻഷ്യൽ ബാലൻസിലേക്ക് വരുന്നുണ്ട്. ചില ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ലീഡർഷിപ്പ്, നിങ്ങളുടെ ഒരു മുൻകൈ എടുത്ത് കാര്യങ്ങൾ നടത്തുന്ന എനർജിയിലാണേലും ഒരു ഗ്രോത്ത് ആണ് കേട്ടോ ഇന്ന്. അതുപോലെ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു ചേരുന്നതായിട്ടും ഒരു സക്സസ്, ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നുണ്ട്. സെൽഫ് ഡിസിപ്ലിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസം, നല്ലൊരു കൺട്രോളിങ് പവറോട് കൂടിയും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. ഒരു സമാധാനത്തോട് കൂടി നിങ്ങൾ നിൽക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് വാണിംഗ് ചെയ്യാനും വാച്ചിങ് ചെയ്യാനും നിങ്ങളെ സ്റ്റക്കാക്കാനും ഒക്കെ നിങ്ങൾക്ക് ചുറ്റും പല തരത്തിലുള്ള എനർജികൾ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണതയോടുകൂടി അങ്ങ് കടന്നു പോകുന്നു. നിങ്ങൾക്കൊരു പവർഫുള്ളായ, നിങ്ങളുടെ കൺട്രോളിങ് പവറിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് എനർജി നിങ്ങളിന്ന് പുറത്തെടുക്കും ചില സമയങ്ങളിലെന്നും നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യലി നല്ലൊരു ടോപ്പ് എനർജിയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇന്ന് കാലം അനുകൂലമാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് നല്ല മിതത്വത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻസോ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോ ഒക്കെ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, അത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പാത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾക്കൊക്കെയാണോ നിങ്ങളൊരു അബണ്ടൻസും സമൃദ്ധിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്ക് ഇന്ന് നേട്ടങ്ങളെയാണ് കാണുന്നത്. നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വളരെയധികം ബ്ലെസ്സിങ്സോടുകൂടി തന്നെ ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളിൽ ഫോക്കസിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങളുടെ കൈകൾ കൊണ്ട് മാനേജിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്കൊരു സക്സസ് ആണ് കേട്ടോ. ഭയത്തെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്നു. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കിന്ന് ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടതായിട്ട് സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ബൗണ്ടറി ഇടുക എന്നത് നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന എനർജികളോടാവാം, അതല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കേണ്ട ഒരു എനർജി വരുന്നുണ്ട്. ചിലർക്കൊക്കെ ഇന്നൊരു ന്യൂ ബിഗിനിങ്, അതായത് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒരു ഓപ്പർച്യൂണിറ്റീസും ന്യൂ ബിഗിനിങ് ഒക്കെ വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്ര നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഫാമിലിയോട് ഒരുമിച്ചൊരു യാത്ര പോകാനുള്ള കാര്യങ്ങളാവാം. അതുപോലെ പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ഹീലാക്കി കളയാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളിൽ നിന്നും പാസ്റ്റിലെ ചില ട്രോമാസുകൾ ഹീലായി പോകുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഫോക്കസിങ്, ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ നല്ലൊരു ഫോക്കസിങ് എനർജിയും കുറച്ച് എഫോർട്ട് എടുക്കണം. കരിയർ പാത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് എഫോർട്ട് കൊടുക്കേണ്ട ദിവസമായിട്ട്, അതല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും കുറച്ച് എഫോർട്ട് എടുക്കുക എന്നൊരു എനർജിയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം കുറേ ആളുകളെയൊക്കെ കുറച്ച് ടാസ്ക് ഒക്കെ അതങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അബണ്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായ സിറ്റുവേഷൻസും ചില വ്യക്തികൾ നല്ലൊരു ഗൈഡൻസ് ഇന്ന് നൽകുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരു സമൃദ്ധി, സന്തോഷമൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറണം, മാറ്റം വരുത്തണം എന്നൊക്കെ ആയിട്ടുള്ള ചില ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ച് ഈഗോയൊക്കെ വിട്ടുകളഞ്ഞ് ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ എന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്.
ുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ കുറച്ച് ഓപ്പണിംഗ് എനർജി ഉണ്ട് കേട്ടോ. ഇന്ന് ഫിനാൻസ് സംബന്ധമായ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫാമിലി സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എയർ ട്രാവലിംഗ് എനർജി വരുന്നുണ്ട്. ലൈഫിൽ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊരു മൂവ്മെൻറ്റ്സ് ഇല്ലാണ്ട് സ്റ്റക്നെസ് ആയിട്ട് നിന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മൂവ്മെൻറ്റ്സ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ അട്രാക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. പൂർണ്ണതയാണ് കേട്ടോ, ഒരു സന്തോഷം. ഇന്ന് ഫാമിലിയോട് ഒരുമിച്ചാണേലും നിങ്ങളുടേതായ ലൈഫ് സിറ്റുവേഷൻസിൽ ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളെയും പല ബന്ധങ്ങളെയും നിങ്ങൾക്ക് കാണാനും ഒക്കെ സഹകരിക്കാനൊക്കെ പറ്റുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.